പ്രഗ്നൻസി ഷുഗർ പ്രസവ കാലഘട്ടത്തിൽ ചില അമ്മമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് പ്രഗ്നൻസി ഷുഗർ അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റീസ്. സാധാരണഗതിയിൽ പ്രസവത്തിന് ശേഷം ഈ ഒരു അവസ്ഥ മാറുമെങ്കിലും പ്രസവ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ട ഒരു വിഷയമാണ് പ്രഗ്നൻസി ഷുഗർ. ഞാൻ നേരിട്ട ഒരു പ്രധാന പ്രശ്നം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഡെലിവറിക്ക് മുമ്പ് ഇതെങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഷുഗർ കൂടി എന്ന കാരണത്താൽ ടെൻഷൻ അടിച്ച് ബി കൂടെ കൂട്ടി വെക്കരുത്. എന്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്കുണ്ടായ ഷുഗർ ഞാൻ എങ്ങനെയാണ് കുറച്ചെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാമേ. ആദ്യത്തെ കാര്യം വേറെ ഒന്നുമല്ല, വായ്ക്ക് നിയന്ത്രണം കൊടുക്കുക എന്നതാണ്. കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറച്ച് പല തവണകളിലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 4 ദോശയാണ് കഴിക്കാൻ എടുക്കുന്നതെങ്കിൽ 2 ദോശ ഇപ്പോഴും ബാക്കിയുള്ള 2 ദോശ അടുത്ത 1 മണിക്കൂറിന് ശേഷം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ചോറിന്റെ അളവ് കുറച്ച് മറ്റു കറികളുടെ അളവുകൾ കൂട്ടി കഴിക്കുക. കഴിവത് രാത്രിയിൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഈ സമയത്ത് ചോറ് കഴിക്കുന്നതിന് പകരമായി ഗോതമ്പ്, റാഗി, ഓട്സ് മുതലായവ ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. നിർബന്ധമായും കുറഞ്ഞത് ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. ഇത്രയുമൊക്കെയാണ് ആഹാരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഡോക്ടറിന്റെ സമ്മതപ്രകാരം ചെറിയ രീതിയിൽ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പോലെ 165 മുകളിലാണ് ഷുഗർ ലെവൽ എന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റും ഇൻസുലിനും ഷുഗർ ലെവൽ കുറയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ പറയുന്ന അനുസരിച്ച് ദിവസവും 20-30 മിനിറ്റ് നടത്തുകയും നല്ലതാണ്. ഇത്തരം കാര്യങ്ങളായിരുന്നു ഞാൻ ഡെലിവറിക്ക് മുമ്പ് ഷുഗർ ലെവൽ കുറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഷുഗർ ലെവൽ കൂടിയാലുള്ള പ്രശ്നങ്ങളെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.